കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. 37-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യം. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുകയേ ഉള്ളൂ. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, അല്ലേ? ഈ കോപം, ക്രോധം എന്നൊക്കെ പറയുന്ന ഭാഗം സകല മനുഷ്യരിലും ഉള്ള ഒരു സ്വഭാവമാണ്. ഒരു പക്ഷേ അത് ബൈ ബർത്തിൽ നിന്ന് വരുന്നതാകാം, ഒരു പാരമ്പര്യ ട്രഡീഷണൽ ക്യാരക്ടറിനകത്ത് വരുന്നതാകാം. ഇങ്ങനെ പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് അപകടങ്ങളെ കൊണ്ടുവരുന്ന ഒരു സ്വഭാവമാണ് ഈ കോപവും ക്രോധവും. ഈ കോപം വർദ്ധിച്ചിട്ട് അല്ലെങ്കിൽ ക്രോധത്തിൻ്റെ മൂർധന്യാവസ്ഥയിലൊക്കെ എത്തുമ്പോഴാണ് കൊലപാതകങ്ങൾ നടക്കുന്നത്, സ്ത്രീ പീഡനങ്ങൾ നടക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയ, കരുണ, സ്നേഹം ഇതൊക്കെ നഷ്ടപ്പെടുകയാണ്. മനുഷ്യത്വമില്ലായ്മയുടെ ഒരു രൂപഭാവത്തിലേക്ക് മനുഷ്യൻ മാറുന്നതിൻ്റെ പ്രധാന തലമെന്ന് പറയുന്നത് ഈ ഒരു സ്വഭാവമാണ്, അല്ലേ? എന്നാൽ നമ്മുടെ ഇടയിൽ ഈ വാക്യം വളരെ പ്രസക്തമാണ്. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, അത് ദോഷത്തിന് ഹേതുവാകുകയേ ഉള്ളൂ. എന്തുവാ അതിൻ്റെ അർത്ഥം? എനിക്കും നിങ്ങൾക്കെല്ലാം കോപം വരാം, ക്രോധം വരാം. പക്ഷേ ഇതിനെ മനസ്സിനകത്ത് വെച്ച് പുലർത്തുന്ന ആൾക്കാരുണ്ട്, അല്ലേ? എന്തുവാ അങ്ങനെ? ഒരാളിനോട് പിണങ്ങി ഏതെങ്കിലും ഒരു വിഷയത്തെ പ്രതിയാകാം. ഒരുപക്ഷെ അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത പ്രവൃത്തി നമ്മൾ ചെയ്തതോ ഇല്ലെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു പ്രവൃത്തി അവർ ചെയ്തതോ എന്നുള്ള വിഷയത്തെ പ്രതി ഒരുപക്ഷെ അവിടെ ഒരു പിണക്കം വന്നെന്നിരിക്കുക. ആ പിണക്കം വരുന്ന സമയത്ത് അത് ചിലപ്പോൾ ഒരു ദിവസമോ 2 ദിവസമോ ഒക്കെ നീണ്ടു പോകാൻ സാധ്യതകളുണ്ട്. ബൈബിൾ തന്നെ പറയുന്ന എഫേസ്യ ലേഖനമൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് സൂര്യൻ അസ്തമിക്കുമ്പോൾ നിന്റെ കോപം വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് തന്നെയാണ് വേദപുസ്തകം പറയുന്നത്. പിശാചിന് ഇടം കൊടുക്കരുത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നതാ? ഇപ്പം നമ്മൾ അതിനപ്പുറത്തേക്ക് പോകരുത് എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു നിയന്ത്രണ രേഖ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ പക്ഷെ വർഷങ്ങളോളം മിണ്ടാത്ത, വർഷങ്ങളോളം ആൾക്കാരോട് പിണങ്ങിയിരിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിൽ വിശ്വാസികളായിട്ടുള്ളവരുണ്ട്. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ വിശ്വാസികളായിരിക്കുമ്പോൾ തന്നെ വർഷങ്ങളോളം, കാലങ്ങളോളം ഒരു വ്യക്തിയോട് മിണ്ടാതെ ഇരിക്കാൻ എങ്ങനെ പറ്റുന്നത്? വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതല്ലേ അത്? സ്തോത്രം. അപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, അതിനെ ഉപേക്ഷിക്കണം. അതിന് നമ്മൾ ആ കോപത്തെ നമ്മൾ ഉപേക്ഷിക്കണം, ആ ക്രോധത്തെ നമ്മൾ ഉപേക്ഷിക്കണം. ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് അസൂയയാണ്, അല്ലേ? ഇപ്പം ആരാധിക്കാൻ പോയ 2 പേരാണ് കയീനും ഹാബേലും. ഹാബേലിൻ്റെ ആരാധനയിൽ ദൈവത്തിന് പ്രസാദം തോന്നി, കയീൻ്റെ ആരാധനയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയില്ല. കയീൻ അവിടെ വെച്ച് കോപം വന്നെന്നാണ്. അവൻ്റെ സഹോദരനോട് അസൂയ തോന്നത്തക്ക രീതിയിൽ കോപം വന്നു. ആ കോപം ആണ് ഒരു വലിയ കൊലപാതകത്തിലേക്ക് അതിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇടവന്നു, അല്ലേ? അപ്പം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, അസൂയ ഉണ്ടെങ്കിൽ അത് നമ്മിൽ നിന്ന് മാറണം. ഒരാളിനെ കുറിച്ച് ക്ഷോഭം ഉണ്ടെങ്കിൽ അത് നമ്മിൽ നിന്ന് മാറണം. അങ്ങനെ മാറിക്കഴിഞ്ഞാലുള്ളൊരു ഗുണമെന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മുടെ മുഷിച്ചിൽ നമ്മുടെ ദോഷത്തിന് തന്നെ നമുക്ക് ദോഷങ്ങൾക്ക് അത് കാരണമാകും. ഒരു പക്ഷേ മാരകമായ രോഗങ്ങൾക്കോ ഇല്ലെങ്കിൽ ഇന്നത്തെ രീതിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഹൈപ്പർ ടെൻഷനും അതിനെ പ്രതി വരുന്ന ഹാർട്ട് അറ്റാക്കും ഒക്കെ ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള അപകടങ്ങളിലേക്ക് നമ്മുടെ ശരീരം, നമ്മുടെ ആയുസ് നഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ പോകാതിരിക്കണമെങ്കിൽ നമ്മൾ കോപം കളഞ്ഞ് ക്രോധം എന്ത് ചെയ്യണം? ഉപേക്ഷിപ്പാൻ തക്കവണ്ണം ഇടയാകണം. അപ്പം ഇതുകൊണ്ടുള്ള നമ്മുടെ ഒരു ബെനിഫിറ്റ്, ഒരാൾ കോപിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? അല്ല, സ്തോത്രം. മനുഷ്യർക്കോ ദൈവത്തിനോ എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടത്. ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച്, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അതറിയുന്നുവല്ലോ, എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവനായിരിക്കട്ടെ. മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ നിറവേറ്റുന്നില്ല. അപ്പം നമ്മൾ കോപിക്കുന്നത് കൊണ്ട് മാനുഷികമായിട്ടോ ദൈവികമായിട്ടോ ഒരു ഗുണവും എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിലേക്കൊന്ന് വന്നേ. 14-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അതിൻ്റെ 29-ാമത്തെ വാക്യം എന്തുവാണ് പറയുന്നത്? ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ, മുൻകോപിയോ ഭോഷത്വം ഉയർത്തുന്നു. അപ്പം കോപിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വിവേകമുള്ളവനായിട്ട് മാറും. കോപിക്കുന്നവനാണെങ്കിൽ അത് ഭോഷത്വത്തിൻ്റെ തലത്തെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം
തക്കവണ്ണം ഇടയായി. അതുകൊണ്ട് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആരോടെങ്കിലും കോപമോ ക്രോധമോ ഉണ്ടെങ്കിൽ സ്തോത്രം, അതിനെ പൂർണ്ണമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ തക്കവണ്ണം തയ്യാറാകുക. നമ്മുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായിട്ട് മാറുവാൻ തക്കവണ്ണം ഇടവരും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, ഈ സന്ദേശത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ അനേകരുടെ ഹൃദയത്തിനകത്ത് നിന്ന് ആരോടെങ്കിലും കോപമോ ക്രോധമോ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റി അത് മുഷിച്ചിലിനോ ദോഷത്തിനോ കാരണമാകാതെ ഒരു ദൈവമഹത്വം അതിനകത്ത് ദൈവം വെളിപ്പെടുത്തി ഹൃദയങ്ങൾക്ക് രൂപാന്തരം വരുത്തുന്ന തരത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്താട്ട് മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.